സോ ഹായ് ഫ്രണ്ട്സ്, വെഞ്ഞാറമൂട് തിരുവനന്തപുരത്ത് അഫാൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. 7 വർഷമായിട്ട് ഒരു ട്രാവൽ ബാൻ ഉള്ള ആളാണ്. അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. എന്ത് മുഖവുമായിട്ടാണ്, എന്ത് മാനസികാവസ്ഥയിലാണ് അദ്ദേഹം നാട്ടിൽ വന്നതെന്നൊരു പിടിയില്ല. എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, സ്വന്തം ഭാര്യയെ കാണുന്നു, അഫാൻ്റെ ഉമ്മയെ കാണുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഒരു വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഉമ്മ ഈ അഫാൻ എന്ന് പറയുന്ന ആ ഒരു കാർക്കോടകന്നോ എന്താ അവനെ വിളിക്കാൻ തരത്തില്ല, എന്തായാലും ആ ഒരു മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഇവനെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോഴും സ്വന്തം ഹസ്ബൻഡിനോട് മകനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അതായത് കട്ടിലയിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. ഇവൻ പോലീസുകാരോടും അതേ മൊഴി തന്നെയാണ് ഇവർ മാറ്റി കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ദൃക്സാക്ഷിയാണ്, അതായത് ഇരയാവപ്പെട്ട ഒരു ദൃക്സാക്ഷിയാണ്, ജീവിച്ചിരിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഇവിടെ അമ്മയുടെ മൊഴി വളരെ വളരെ പ്രാധാന്യമാണ്. കാരണം അമ്മ മൊഴി നൽകുകയാണ്, ഇവനെതിരെ മൊഴി നൽകുകയാണ്, മകനെതിരെ മൊഴി നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവന് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു തരത്തിലുള്ള ശിക്ഷയും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല അഫ്സാൻ, അതായത് അഫാന്റെ അനിയനായിട്ടുള്ള ഇളയ മകനായിട്ടുള്ള അഫ്സാൻ മരിച്ചുപോയി എന്നുള്ളവരെ അറിഞ്ഞിട്ടില്ല. കാരണം ഇത് അറിയിക്കുവാണെങ്കിൽ ഇവരുടെ മാനസിക നില തെറ്റുകയും ഒരു പക്ഷേ ഇവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥ വന്നേക്കാം. ഓൾറെഡി ഇപ്പോൾ ഇതിന്റെ വീഡിയോ എനിക്കൊന്ന് പോലീസുകാരെയും തന്നെ ലീക്കായതായിരിക്കാം. ഈ 5 പേരുടെയും മരണത്തോട് കടക്കുന്ന 5 പേരുടെയും വീഡിയോ ഓൾറെഡി പ്രചരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. പക്ഷേ ആ വീഡിയോ ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വിഷമത്തോട് കണ്ടു. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾക്ക് പോലും ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കും തന്നെ ഇത് അയച്ചു കൊടുക്കരുത്. കാരണം പലരെയും മാനസികാവസ്ഥ താളം തെറ്റുന്ന ഒരു സംഭവമായിരിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് അറിയാതെ നമ്മുടെ മക്കളോ നമുക്കറിയാവുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പിള്ളേരാരെങ്കിലും എടുത്ത് കാണുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന വിഷമം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ മാക്സിമം എടുത്ത് കളയുക. അത് ഒരു കറുത്ത അധ്യായമായിട്ട് തന്നെ നിലനിൽക്കട്ടെ. ഇതിനകത്ത് ഈ അമ്മയുടെ മൊഴി, ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ പറയാനുള്ള മെയിൻ റീസൺ ഇതാണ്. അമ്മയുടെ മൊഴി വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നീട് വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പയ്യൻ അഫാൻ എന്ന് പറയുന്ന പയ്യൻ തന്റെ 8ാം ക്ലാസ്സിൽ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ എലിവിഷം കഴിച്ചു മരിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു കേസും ഇവന്റെ പേരിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയത്ത് ഇവനെ എലിവിഷം കഴിച്ച് മരിച്ചിരുന്നെങ്കിൽ ഈ 5 പേരെങ്കിലും ഇപ്പോൾ ജീവിച്ചേനെ. സോ അങ്ങനെ എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളവനാണ്, ധൂർത്തടിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആളാണ് എന്നും മനസ്സിലാക്കുന്നത്. കാരണം 52 ലക്ഷം രൂപയുടെ കടമുണ്ട്. 10-15 പേരുടെ നമുക്ക് കടം മേടിച്ചിട്ടുണ്ട്. ഈ കടം മേടിച്ച ആളുകൾ തന്നെ പലിശ കൊടുക്കാത്തതിനെയും മുതൽ കൊടുക്കാത്തതിനെയും അമ്മയും ഈ അഫാനെയും നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ ഇൻഫർമേഷനിൽ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അവന്റെ കോൾ റെക്കോർഡ് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 15ഓളം ആളുകൾ പലിശയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും വിളിക്കുന്ന ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട് കോൾ റെക്കോർഡ് എടുത്ത സാഹചര്യത്തിൽ. സോ ഇവരെ നമ്മൾ എന്താ പറയുക, ഇവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി അഫാൻ എന്ന് പറയുന്ന ഈ ഒരു കൊടും കുറ്റവാളി ഇങ്ങനൊരു കാടത്തം സ്വന്തം കുടുംബത്തിനോട്, സ്വന്തം രക്തബന്ധത്തോട് ചെയ്തു എന്നാണ് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവനെ സ്നേഹിക്കുന്നൊരു പെണ്ണ്, ആ സ്നേഹിക്കുന്ന പെണ്ണിനോട് ഇവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത്രേ. അതായത് തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെ അമ്മയെ കൊല്ലാൻ നോക്കി, അനിയനെ കൊന്നു എന്നുള്ള കാര്യങ്ങൾ, അവൻ്റെ ചിറ്റപ്പനെയോ അവൻ്റെ വെല്ലിച്ചനെയോ കൊന്നു, വൈഫിനെ കൊന്നു, അമ്മൂമ്മയെ കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പെണ്ണ്, സ്നേഹിക്കുന്ന പെണ്ണ് ചോദിച്ചു, പിന്നെ നമ്മളിനി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ ഇവൻ ട്രിഗർ ആകുകയും അവളെ അവിടെ ഇട്ട് തന്നെ ചുറ്റിയ വെച്ച് കൊന്നു എന്നുള്ളതാണ്. സോ ചുറ്റിയ വെച്ച് കൊന്നു, വളരെ മൃഗീയമായി, വളരെ ക്രൂരമായി കൊന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസും ഫോട്ടോസും നമ്മൾ ഒരു പ്രാവശ്യമേ കാണുകയുള്ളൂ. വീണ്ടും കാണുന്നവർ വേറെ ഏതെങ്കിലും മാനസിക നില തെറ്റിയവരായിരിക്കാം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അത്രയ്ക്ക് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊലപാതകം തന്നെയാണ് നടത്തിയത്. അപ്പോൾ അതും വേറൊരു കാര്യം ഇൻഫർമേഷൻ അറിയാൻ കഴിഞ്ഞു വെച്ചാൽ, ഇവന്റെ വയറ്റിൽ ഇതുവരെ എലിവിഷത്തിന്റെ അംശം കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ അതോ എന്താണെന്ന് അറിയത്തില്ല. ഇവന് സിന്തറ്റിക് ഡ്രഗ് കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പോലും തെളിഞ്ഞില്ല. കാരണം 2-3 മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് സിന്തറ്റിക് ഡ്രഗ് കഴിച്ചിരുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ പിതാവ് നാട്ടിൽ വന്നിട്ട് നേരെ പോയി കണ്ടത് അമ്മയാണ്. സോ അമ്മ ഇതുവരെയായിട്ടും മകനെതിരെ ഒരു വാക്കുപോലും ശബ്ദിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ അത് തന്നെ ഈ ഒരു അന്വേഷണത്തിന് അത് അനുകൂലമായി ബാധിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ ഒരു അമ്മയുടെ, ആ ഒരു ഉമ്മയുടെ ആ ഒരു മൊഴി, വളരെ ശക്തമായിട്ട് മൊഴി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന് തക്കതായ ശിക്ഷ ലഭിക്കും. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അവിടെ ഈ ഒരു മാതാവിന്റെ സ്നേഹമോ മാതൃത്വമോ അല്ലെങ്കിൽ സ്നേഹം തുളുമ്പുന്ന സ്വഭാവമോ അതൊന്നും വേണ്ട.
നല്ല ശിക്ഷ കൊടുക്കണം. കാരണം സ്വന്തം അമ്മയെ തന്നെയാണ് അവൻ തല്ലിയത്, സ്വന്തം അമ്മയെ തന്നെയാണ് അവൻ കൊല്ലാൻ ശ്രമിച്ചത്. അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ വീണ്ടും തല്ലുകയും വീണ്ടും ഷോൾട്ട് മുറുക്കുകയും തല ഭിത്തിയിലിടിക്കുകയും ജനൽപാളിയും തട്ടി ചോര വാർന്നൊഴുകുന്ന കണ്ടിട്ടാണ് അവൻ അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിയത്. സോ അത്രയും ക്രൂരമായ ഒരു ദൃശ്യത്തിന് ദൃക്സാക്ഷിയായ സ്വന്തം അമ്മയ്ക്ക് മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേരളമാവട്ടെ, കേരളത്തിലുള്ള അമ്മമാരുടെ ഒരു നല്ല സ്വഭാവമാവട്ടെ, പക്ഷെ എന്നാൽ തന്നെ നമുക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. എന്തായാലും അച്ഛന് ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കും, പക്ഷെ അച്ഛൻ്റെയോട് എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾ ഒരിക്കലും അച്ഛനോട് സംസാരിക്കുകയോ അവരുടെ ബൈറ്റ് എടുക്കാൻ ഇപ്പോൾ പോകരുത്. കാരണം വളരെ മാനസികമായി തകർന്നിരിക്കുക. അയാൾക്ക് എന്താ പറയാനുള്ളത്? അയാളുടെ സ്വന്തം മകനെ തന്നെ കൊന്നു എന്നുള്ളതോ, അതോ സ്വന്തം ഉമ്മയെ കൊന്നു എന്നുള്ളതോ, അതോ ആ വ്യക്തിയുടെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നു എന്നുള്ളതോ, അതോ സ്വന്തം അമ്മയെ, അതായത് ഈ അഫാന്റെ അമ്മുമ്മയെ കൊന്നു എന്നുള്ള കഥയോ? എന്ത് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സോ അവരെ വെറുതെ വിടണം. മാധ്യമങ്ങളാണ് തന്നെ വലിച്ചു കീറരുത്. അവർ മാനസിക നില തെറ്റിയിരിക്കുകയാണ്, അത് തെറ്റിയാണ് വന്നിരിക്കുന്നത്. അവർ ആ മാനസിക നില നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ്, കുറച്ചൊരു എന്താ പറയുക, ഒരു ആശ്വാസം കുറച്ച് കൊടുക്കുക തന്നെ വേണം. അവർ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കോണ്ടന്റിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് വലയ്ക്കരുതെന്ന് മാത്രമാണ് അപേക്ഷ. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം, ആരും ഷെയർ ചെയ്യരുത് എന്നും ഒരു അപേക്ഷയുണ്ട്. എന്തായാലും ഈ കൊടും കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് മനസാക്ഷി ഞെട്ടിച്ച ആ ഒരു കൊലപാതകത്തെ നീതി ലഭിക്കട്ടെ, ന്യായം ലഭിക്കട്ടെ. മലയാളികൾക്കും ചെറുപ്പക്കാർക്കും അതൊരു ആശ്വാസമായി മാറട്ടെ. ബൈ.